മലപ്പുറം എടയൂരിലെ അനധികൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തം. നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് സമരക്കാർ പിൻവാങ്ങിയത്. എടയൂർ അത്തിപ്പറ്റ പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവൃത്തി കാരണം പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ്. പ്ലാന്റിനെതിരായി പ്രദേശത്തെ ജനങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച നിരവധി സമരങ്ങൾ നടത്തിവരികയുമാണ്. കഴിഞ്ഞ മാസം എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പഞ്ചായത്ത് ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല. യൂസർ ഫീ ഇനത്തിൽ പഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയാക്കി വെച്ചിട്ടും വർഷം തോറും പ്ലാന്റിന് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയത് ഗുരുതര നിയമലംഘനമാണെന്ന് സമരസമിതി ആരോപിച്ചു. എടയൂർ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളെ കേൾക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കലക്ടറുടെ നിർദ്ദേശപ്രകാരം മലപ്പുറത്തേക്ക് DLFMC അംഗങ്ങൾ വിളിച്ചുകൂട്ടിയ 10 ദിവസം മുൻപേ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പങ്കെടുത്തതാണ്. ആ യോഗത്തിൽ പറഞ്ഞത് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന വിഷയം ന്യായമാണെന്നും പഞ്ചായത്ത് അടിയന്തരമായി പ്രദേശവാസികളെയും ആക്ഷൻ കൗൺസിലിനെയും കേൾക്കാൻ തയ്യാറാകണമെന്നുമാണ് അന്ന് ഇവർക്ക് നൽകിയ നിർദ്ദേശം. ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആ തീരുമാനത്തെ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ ധിക്കാരപരമായ ഈ സമീപനം വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല. സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.